എല്ലാവർക്കും നമസ്കാരം. ഞാനിപ്പോൾ നിൽക്കുന്നത് നമ്മുടെ എലിഞ്ഞപ്ര ജംഗ്ഷനിലാണ്. എലിഞ്ഞപ്ര നമ്മുടെ വാസുവിൻ്റെ കടയുടെ ഓപ്പോസിറ്റ് ഒരു കിണറുണ്ട്. ആ കിണറിൻ്റെ തൊട്ട് അടുത്തായിട്ടുള്ളൊരു മലഞ്ചരക്ക് കടയിലാണ് നിൽക്കുന്നത്. ഞാൻ മുൻപ് നിങ്ങളോട് സൂചിപ്പിച്ചൊരു സംഭവം അത് യാഥാർത്ഥ്യമായിക്കൊണ്ടിരിക്കുകയാണ്. അതായത് ഈ കള്ളന്മാർ, വെറൈറ്റി തരത്തിലുള്ള കള്ളന്മാർ ഓരോ ടീമായിട്ട് വന്ന് മോഷണ പ്രവർത്തനങ്ങൾ നടത്തി ആളുകളെ പരിഭ്രാന്തരാക്കുക, ആളുകളുടെ വസ്തുവകളൊക്കെ അപഹരിക്കപ്പെടുകയും ചെയ്യുന്ന സംഭവങ്ങൾ ആവർത്തിക്കപ്പെട്ടുകൊണ്ടിരിക്കുകയാണ്. കഴിഞ്ഞ ദിവസം പെട്രോൾ അടിച്ചു മാറ്റുന്ന ടീം, അതിക്ക് മുന്നേ കൊരട്ടിയിലൊരു ബൈക്ക് അടിച്ചു മാറ്റിയ സംഭവം ഉണ്ടായി. പക്ഷെ അതൊക്കെ സംഗതി കോംപ്രമൈസാക്കി. മറ്റേ സംഭവം, പെട്രോൾ അടിച്ചു മാറ്റിയ സംഭവം കേസായിട്ട് മുന്നോട്ട് പോകുന്നു. ഇതിപ്പോൾ എന്താ സംഭവം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, കാലടിയിൽ നിന്ന് വന്ന്, അതായത് അങ്കമാലി കാലടിയിൽ നിന്ന് വന്ന് ഇവിടെ ഒരു മാസമായിട്ടുള്ളൂ ഈ മലഞ്ചരക്ക് കട ഇവിടെ തുടങ്ങിയിട്ട്. ഈ കടയിൽ ഇന്നലെ രാത്രി 2 ബിരുദന്മാർ വന്ന് ബൈക്കിൽ, CCTV ദൃശ്യങ്ങൾ കണ്ടു കഴിഞ്ഞാൽ അറിയാൻ സാധിക്കും. ബൈക്കിൽ 2 പേര് വന്ന് ഹെൽമെറ്റ് വെച്ചിട്ടുണ്ടായിരുന്നു. അവർ കട കുത്തി തുറന്ന് ഈ കടയുടെ അകത്തുനിന്ന് ഏകദേശം 50 കിലോളം ജാതിപ്പരിപ്പും അതുപോലെ തന്നെ 5000 രൂപ കാശും അടിച്ചു മാറ്റിയിരിക്കുകയാണ്. ഇത് തീർച്ചയായിട്ടും ആളുകളുടെ സ്വത്തിനും സുരക്ഷയ്ക്കും വലിയ രീതിയിലുള്ള ആശങ്കകളാണ് സൃഷ്ടിച്ചുകൊണ്ടിരിക്കുന്നത്. കാരണം ഈ ദുരിത കാലഘട്ടത്തിൽ അങ്ങനെ തന്നെ പറയാം, കച്ചവടക്കാരുടെ സ്ഥിതി എന്ന് പറഞ്ഞാൽ വളരെ ശോചനീയമാണ്. എല്ലാ കച്ചവടക്കാരുടെ സ്ഥിതി എന്ന് പറഞ്ഞാൽ അവർ നെഞ്ചത്തടിച്ച് കരയുന്നൊരു സമയമാണ്. ഉള്ള രീതിയിൽ കച്ചവടം നടത്തിക്കൊണ്ടിരിക്കുന്ന സമയങ്ങളിലാണ് ഈ കള്ളന്മാരുടെ ഈ ഇടപെടലും. CCTV ക്യാമറകളെ പോലും മറയ്ക്കുന്ന രീതിയിൽ ഹെൽമെറ്റും സജ്ജീകരണങ്ങളൊക്കെ വെച്ചിട്ടാണ് ഇവിടെ നടത്തിക്കൊണ്ടിരിക്കുന്നത്. രാത്രി കാലങ്ങളിൽ പുലർച്ചെ സമയങ്ങളിലാണ് ഇതിൻ്റെ പരിപാടികൾ മുഴുവൻ ആസൂത്രണം ചെയ്യുന്നത്. പോലീസ് കൃത്യമായ രീതിയിലുള്ള പെട്രോളിംഗ് ഉൾപ്പെടെയുള്ള സംവിധാനം കുറച്ചും കൂടി ഊർജിതപ്പെടുത്തേണ്ടതുണ്ട്. ഇത് പല ഭാഗങ്ങളിലായി, ചാലക്കുടി നിയോജകമണ്ഡലത്തിൻ്റെ പല സ്ഥലങ്ങളിലായിട്ട് ഈ വാർത്തകൾ ആവർത്തിക്കപ്പെടുകയാണ്. ഈ 50 കിലോ ജാതിപ്പരിപ്പൊക്കെ പോയെന്ന് പറഞ്ഞാൽ പിന്നെ ഇവർക്ക് എന്ത് ലാഭമാണ് ഇതിൽ നിന്ന് കിട്ടുന്നത്? ഇത് നമ്മൾ വിചാരിക്കും മലഞ്ചരക്ക് കടകളൊക്കെ വലിയ ലാഭത്തിലാണ് ഓടിക്കൊണ്ടിരിക്കണമെന്ന്. അല്ല, ഒരു കച്ചവട സ്ഥാപനങ്ങളും ഇപ്പോൾ അത്ര നല്ല ലാഭത്തിലല്ല പോയിക്കൊണ്ടിരിക്കുന്നത്. അപ്പോൾ ഇത്തരത്തിൽ ആളുകളെ ആശങ്കപ്പെടുത്തുന്ന രീതിയിലുള്ള കള്ളന്മാർ പല ടൈപ്പിലാണ്. ബൈക്ക് കള്ളന്മാർ, അത് ബൈക്കിൽ തന്നെ വെറൈറ്റി സംഗതികളാണ്. ആക്റ്റീവ കള്ളന്മാർ, ബുള്ളറ്റ് കള്ളന്മാർ, ഹെൽമറ്റ് കള്ളന്മാർ, അങ്ങനെ നാട് മുഴുവനും കള്ളന്മാരെ കൊണ്ടുള്ളൊരു ഇടപെടലായിട്ട് മാറിക്കൊണ്ടിരിക്കുകയാണ് രാത്രി കാലങ്ങളിൽ പല സ്ഥലങ്ങളിലും. ഇത് തീർച്ചയായിട്ടും ആളുകളെ പരിഭ്രാന്തരാക്കിക്കൊണ്ടിരിക്കുന്നു. ഈ വിഷയത്തിൽ പോലീസ് വളരെ കൃത്യമായി തന്നെ ഒരു ഇടപെടലും ആളുകളുടെ ഈ ആശങ്കകളും മറ്റും പരിഹരിക്കാനും സ്വത്തിനും മറ്റു വസ്തുവകൾക്കൊക്കെ സംരക്ഷണം കിട്ടുന്നതിന് വേണ്ടിയിട്ട് ഇടപെടലുണ്ടാകണമെന്ന് മാത്രം അഭ്യർത്ഥിക്കുകയാണ്. ബാക്കി ഈ മലഞ്ചരക്കടയിലെ ചേട്ടനോട് ചോദിക്കാൻ എന്താ സംഭവം എന്നുള്ളത്. ഇന്ന് രാവിലെ സ്റ്റാഫ് വന്നപ്പോഴാണ് കാണുന്നത്. ലോക്ക് പൊട്ടിച്ചിട്ടേക്കായിരുന്നു. ഉള്ളിൽ കയറി മേശയിൽ ഒരു 5000 രൂപ ഉണ്ടായിരുന്നു. അത് മേശ മൊത്തം കുത്തി പൊളിച്ച് അതെടുത്തിട്ടുണ്ട്. ഇതിന് പുറമെ കുറച്ച് സ്റ്റോക്ക് ഇരിക്കുന്നുണ്ടായിരുന്നു. എന്തായിരുന്നു? പരിപ്പാണ് ഇരുന്നത്. ജാതിപ്പരിപ്പ് 50 കിലോ എടുത്തിട്ടുണ്ട്. അതും പോയിട്ടുണ്ട്. കാരണം വേറെ സ്റ്റോക്കൊന്നും ഉണ്ടായില്ല. പിന്നെ 3 കിലോളം കുരുമുളകും പോയിട്ടുണ്ട്. കാരണം നമ്മൾ സ്റ്റോക്കെല്ലാം നമ്മൾ വിഷുവിന് മുന്നേ ക്ലിയർ ചെയ്തിരുന്നു. അതുകൊണ്ട് നിസ്സാരം ഉണ്ടായുള്ളൂ. പക്ഷെ ഉള്ളത് അവർ ചാക്കിലാക്കി കൊണ്ടുപോയിട്ടുണ്ട്. നിങ്ങളുടെ പേരെങ്ങനെ? പേര് ജിത്തു എന്നാണ് പേര്. ജിത്തു. എവിടെ ശരിക്കും വീട്? വീട് കാലടിയാണ്. അല്ല, ഇവിടെ വന്ന് നടത്തുന്നതാണ്. ഇതിക്ക് മുൻപ് എന്തെങ്കിലും ഇങ്ങനത്തെ അറ്റംപ്റ്റുകൾ കൂടെ ഉണ്ടായിട്ടുണ്ട്? ഇവിടെ ഞങ്ങൾ ഇപ്പോൾ വന്നിട്ട് സ്റ്റാർട്ട് ചെയ്തിട്ട് 1 മന്ത് ആയിട്ടുള്ളൂ. നിലവിൽ ഇങ്ങനൊരു എക്സ്പീരിയൻസ് ആദ്യമാണ്. ഇത് മറ്റ് CCTV ദൃശ്യങ്ങൾ 2 സ്ഥലത്ത് നിന്ന് എടുത്തു. പക്ഷേ ഇവർ ഹെൽമെറ്റ് വെച്ചിട്ടാണ് വന്ന് കുത്തി പൊളിച്ച് എടുത്തതാണ്. നിലവിൽ അവരുടെ ഫേസ് ക്ലിയർ അല്ല. അപ്പോൾ ഇനിയിപ്പോൾ സ്റ്റേഷനിലേക്ക് ഒരു പരാതിയായിട്ട് കൊടുക്കണം. എൻ്റെ പ്രിയപ്പെട്ട സുഹൃത്തുക്കളെ, എന്താ പ്രൊഫഷണലിസം! ബൈക്കിൽ വരുന്നു, തലയിൽ ഹെൽമെറ്റ് വെച്ച് നിൽക്കണം, നിപ്പ് കണ്ട എന്താ അവരുടെ പ്രൊഫഷണലിസം! ചാലക്കുടിയിൽ ഈ മോഷണത്തിന് വല്ലയിടത്തും വല്ല കോഴ്സും പഠിപ്പിക്കണ്ടോ എന്ന് സംശയമുണ്ട്. കൃത്യമായിട്ടുള്ള കാര്യങ്ങൾ വരണത്. അവരുടെ നിപ്പും ഭാവമൊക്കെ നോക്കിയാൽ ഭയങ്കരം. ഈ CCTV ദൃശ്യങ്ങൾ കിട്ടിയത് തൊട്ടടുത്തുള്ളൊരു സിമൻറ്റ് കടയിലെ CCTV ദൃശ്യമാണ്. അപ്പോൾ അത് കാര്യങ്ങളൊക്കെ അവർക്ക് മനസ്സിലായി. ഇന്ന സ്ഥലത്ത് നിന്നൊക്കെ എടുക്കണ്ടാവുന്നു, ഇന്ന സ്ഥലത്ത് ക്യാമറ ഉണ്ടെന്നുള്ളതൊരു മനസ്സിലാക്കിയിട്ടുണ്ട്. അപ്പോൾ പരിപാടിയൊക്കെ കഴിഞ്ഞ് പോകണ വഴിക്ക് അതൊന്ന് തിരിച്ചാണ്ട് വെച്ചു. പിന്നെ അടുത്ത സംഗതി ഉള്ളത് വാസുവേണ്ട ഹോട്ടലിലെ CCTV ക്യാമറയാണ്. അതും തലയിരിച്ച് വെച്ചിട്ടുണ്ട്. എന്തായാലും ഈ ഹെൽമെറ്റ് അടിച്ചു കൊണ്ടുപോകണ കള്ളന്മാരുണ്ട്. ഇനിയിപ്പോൾ ഇങ്ങനെ ഹെൽമെറ്റ് അടിച്ച് മാറ്റിയിട്ട് തല വെച്ചുകൊണ്ട് വന്നിട്ടുള്ള പരിപാടിയാണോന്നും അറിയില്ല. എന്തായാലും ചാലക്കുടി ഒരു ഭയങ്കര പ്രൊഫഷണൽ ടച്ചോട് കൂടിയിട്ടുള്ള മോഷണത്തിൻ്റെ ഒരു കേന്ദ്രമായിട്ട് മാറിയിട്ടുണ്ട്. എല്ലാവരും ശ്രദ്ധിക്കണത് നല്ലതാണ്. സ്വർണവും കാശും നല്ല അടിച്ച് മാറ്റണതേ. ഇപ്പോൾ ഇവിടെ ചാലക്കുടിയിൽ വേണ്ടത് ഇപ്പോൾ ഇതുപോലെ ജാതി പത്രിക, അതുണ്ടല്ലോ, കാശുണ്ട്, അത്യാവശ്യം കാശുണ്ട്. പെട്രോള്, ഈ വക സാധനങ്ങളൊക്കെയാണ് താല്പര്യം. അപ്പം അതുകൊണ്ട് വീട്ടുകാരൊക്കെ സൂക്ഷിച്ചും കണ്ടും കാര്യങ്ങൾ, വസ്തുവകകൾ ശ്രദ്ധിച്ച് വയ്ക്കുക. എന്തോരം ശ്രദ്ധിച്ച് വെച്ചിട്ട് എന്താ കാര്യമില്ലേ?
പാവം കച്ചവടക്കാർ എത്ര ഉറപ്പുള്ള താഴിട്ട് പൂട്ടിക്കൊണ്ടായിരിക്കും കട പൂട്ടി പോണത്. കുറച്ച് സാധനങ്ങൾ അതിന് ഉണ്ടായിരുന്നുള്ളൂ, അതുകൊണ്ട് ഭാഗ്യം. കൂടുതലുണ്ടായെങ്കിൽ അടിപൊളിയായിരുന്നു. എന്തായാലും കൊള്ളാം. എത്രയും പെട്ടെന്ന് ഇവൻ്റെയൊക്കെ മുഖം നാട്ടുകാർ കാണാനായിട്ടൊരു ഇട വരുത്തട്ടെ എന്ന് മാത്രമാണ് പറയാനുള്ളത്. ഒപ്പം ശ്രദ്ധിക്കുക എന്നുള്ള സ്ഥിരം ഒരു മുന്നറിയിപ്പും.